ധർമ്മസ്ഥലയിൽ നിന്നും നാൾക്കുനാൾ വരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ഇത്രയും ക്രൂരത നമുക്ക് ചുറ്റും നടന്നിട്ടും ഒരു കുഞ്ഞു പോലും അറിഞ്ഞിട്ടില്ല എന്നത് വിശ്വസിക്കാനാകുന്നില്ല. കേസെടുക്കാനും കുഴി തോണ്ടാനും മടിക്കുന്നത് ഏതോ വലിയ കൊമ്പനെ മറച്ചു പിടിക്കാനാണെന്നത് സത്യമാണ്. ഇപ്പോൾ ഇതാ ഒരു വലിയ ട്വിസ്റ്റ് ധർമ്മസ്ഥലയിൽ നടന്നിരിക്കുകയാണ്. ധർമ്മസ്ഥല വെളുത്തങ്ങാടി താലൂക്കിൽ പെടുന്ന പോലീസ് സ്റ്റേഷൻ സർക്കാർ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇത് കർണാടക സർക്കാർ എടുത്ത നിർണായക തീരുമാനമാണ്. BJPയും അവരെ പിന്തുണയ്ക്കുന്ന ചില മാധ്യമങ്ങളും ധർമ്മസ്ഥലയെ വെള്ളപൂശാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസിനെ നയിക്കുന്ന സിദ്ധരാമയ്യ സർക്കാർ എടുത്ത ഏറ്റവും നിർണായകമായ തീരുമാനമാണിത്. കേസെടുക്കാൻ പോലും മടിച്ച പോലീസുകാർ കൊടികുത്തി വാഴുന്നെടുത്ത് ഇനി അവരുടെ കൺട്രോളിൽ മാത്രം കാര്യങ്ങൾ നിൽക്കില്ല എന്ന് അടിവരയിടുകയാണ് സർക്കാർ. ധർമ്മസ്ഥലയിൽ ഇനി ചോദിക്കാനും പറയാനും ഇവിടെ ഒരു സർക്കാർ ഉണ്ടെന്ന് കോൺഗ്രസ് സർക്കാർ നൽകുന്ന മുന്നറിയിപ്പാണ്. കർണാടക ആഭ്യന്തര വകുപ്പ് മന്ത്രി പരമേശ്വരയെയും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഈ SIT അന്വേഷണ സംഘത്തെ അയച്ചതിന് പിന്നാലെയാണ് പോലീസ് സ്റ്റേഷന്റെ മേൽനോട്ടവും അവര് കൈക്കലാക്കുന്നത്. ഇതോടെ ഒരു കാര്യം ഉറപ്പിക്കാം, അധർമ്മികൾ എന്ന് പറയുന്ന ധർമ്മസ്ഥലയിലെ ആളുകളെ പിടിക്കാൻ ഇനി നാളുകൾ മാത്രം ബാക്കി. സത്യത്തെ കുഴിതോണ്ടി പുറത്തിടാമെന്ന കോൺഗ്രസിന്റെ ഉറച്ച തീരുമാനം തന്നെയാണ് ഇതിന് പിന്നിൽ. കഴിഞ്ഞ ദിവസം ധർമ്മസ്ഥലയിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ് നടന്നത് എങ്കിലും ചില നിർണായക വിവരങ്ങൾ അറിയുന്ന ഒരാൾ കൂടിയായിരുന്നു ഈ വ്യക്തി. ധർമ്മസ്ഥലയിലെ ആക്രമണങ്ങൾ വളരെ കാലമായിട്ടുള്ളതാണ്. അത് എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ് എന്നൊക്കെ ആ ഗ്യാങ്ങിൽപ്പെട്ട എല്ലാവർക്കും അറിയാം. അതിലൊരാളായിരുന്നു ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. പെൺകുട്ടികളെ അടക്കം ബലാത്സംഗം ചെയ്യുകയും കൊന്നു കുഴിച്ചുമൂടുകയും ഒക്കെ ചെയ്യുന്ന കഥകൾ ധർമ്മസ്ഥലയിൽ പലർക്കും അറിയാം. ആ സത്യങ്ങൾ പുറത്തു വരാൻ പോവുകയാണ്. അതായത് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് ധർമ്മസ്ഥലയുടെ പ്രമുഖരുടെ അടുക്കളയിലേക്ക് തന്നെ പോലീസ് കയറാൻ സാധ്യതയുള്ള കേസുകളാണ്. 13-ാം നമ്പർ പോയിന്റ് എന്ന് പറയുന്നത് സാക്ഷിയായ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ പ്രകാരം 5-ലേറെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലമാണ്. മാത്രമല്ല റോഡിന്റെ അരികിലാണ് താനും. ഒരു പ്രകൃതി ദുരന്തം നടക്കുകയാണ്, മണ്ണ് ഒലിച്ചു പോവുകയോ ചെയ്തിട്ടില്ല. 100% അസ്ഥി കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥലം കൂടിയാണ്. മാത്രമല്ല ഈ പോയിന്റോട് കൂടി കഴിയുന്നതോടെ ഇതുവരെയുള്ള അന്വേഷണ വിവരം പുറത്തുവിടുകയാണ്. 12 പോയിന്റ് വരെ മാത്രം ഏകദേശം 100-ലേറെ അസ്ഥികളും 15-നടുത്ത് മൃതദേഹവും കിട്ടിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇനി കിട്ടാനുള്ളതും കൂടി അന്വേഷണം തകൃതിയാക്കാനാണ് സാധ്യത. ഇതോടെ പോകുന്നത് ആരോപണ വിധേയരായ അധികാരികളുടെ തോട്ടത്തിലേക്കാണ്. കൊലപാതകങ്ങൾ എന്നുറപ്പാകുന്നതോടെ അവരുടെ തോട്ടവും എസ്റ്റേറ്റും പോലീസ് ഇനി അരിച്ചു പിറക്കും. ആ സൂചനകൾ അവർക്ക് തന്നെ ലഭിച്ചു കഴിഞ്ഞു. അത് താമസിയാതെ തന്നെ ഉണ്ടാകും എന്ന് ഉറപ്പാണ്. ഡി ഗ്യാങ് എന്ന് അവർ തീറ്റിപ്പോറ്റുന്ന മനുഷ്യമൃഗങ്ങളെ മാധ്യമങ്ങൾ പേടിപ്പിക്കാൻ നോക്കിയിരുന്നു. അതും സൗജന്യ എന്ന ഇതേ നരാധകന്മാർ കൊന്നു തള്ളിയ പെൺകുട്ടിയുടെ വീടിനടുത്ത് വെച്ചാണ് ആക്രമണം അഴിച്ചുവിട്ടിരുന്നത്. കുട്ടിയുടെ അമ്മ അവനെ ആക്രമിച്ചിരുന്നു, ബോർഡുകൾ നശിപ്പിച്ചു. പക്ഷേ ഈ മരണവുമായി ബന്ധപ്പെട്ട ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരും എത്തിയതോടെയാണ് ഡി ഗ്യാങ് ഒന്ന് ചുരുണ്ടുപോയത്. മഹേഷ് ഷെട്ടി, തിമറോഡ്, ഗിരീഷ് മട്ടമ്മാർ എന്നിങ്ങനെയുള്ള അതിശക്തരായ ഓരോ പ്രമുഖരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി ഡി ഗ്യാങ്ങിനേക്കാളും ശക്തരാവുകയാണ്. ഇവരെല്ലാവരും പഴയകളുമൊക്കെയാണ്. പക്ഷേ സത്യം അറിയാനുള്ള അവസാന നിമിഷം വരെ ആക്രമണത്തിലേക്ക് കടക്കരുത് എന്ന് ആക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. അതിനിടയിലാണ് പഴയ കാലം മുതൽ തന്നെ ഡി ഗ്യാങ്ങിലുള്ള ചില ആളുകൾ പോലീസ് പിടിയിലുമായിരിക്കുന്നത്. അത് സത്യം അറിയാനുള്ള നീക്കത്തിന് വേഗത കൂട്ടുകയാണ്. എന്തായാലും ധർമ്മസ്ഥലയിലെ പാവങ്ങളെ കൊന്നു തിന്നുന്ന നരാധകന്മാരുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിരിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പിക്കുന്ന, ധർമ്മസ്ഥലയിലെ പ്രമുഖരും അവർ തീറ്റിപ്പോറ്റുന്ന ഡി ഗ്യാങ്ങും മെല്ലെ പഴങ്കഥയാവുകയാണ്. തിന്നും കുടിച്ചും പിച്ചിച്ചേന്തിയും പതിറ്റാണ്ടുകൾ അഭിരമിച്ചവരുടെ അവസാനം അടുത്തിരിക്കുകയാണ്. അതിന്റെ അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ഇഴകീറി പരിശോധിക്കാൻ കോൺഗ്രസ് സർക്കാർ സുസജ്ജമായിരിക്കുന്നു.